my dear students, welcome to Teach at Home. Today class we are going to learn the first chapter, Nature's Plenty. Look deep into the nature and then you will understand everything better. It is by Albert Einstein. Okay, here is a newspaper clipping, read it carefully. Nature's Daughter. Jharkhand. Living close to nature is life in full. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. അതായത് ജാർഖണ്ഡിൽ നടക്കുന്ന സംഭവമാണ്. എപ്പോഴും നമ്മൾ പ്രകൃതിയോട് അടുത്തിണങ്ങി എന്താണ് നമുക്ക് ഒരു ഫിൽനെസ് ഓഫ് മൈൻഡ് വിൽ ഫീൽ അല്ലേ, ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെന്താണ് ഐ ഓപ്പണർ, അതായത് ചിലവർ ഈ പ്രകൃതിയിൽ നിന്നൊക്കെ മാറി നിൽക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഉന്മേഷമാവും ഈ ഒരു സ്റ്റോറി. Is a tribal nature activities who loves the forest and considers it as home. അപ്പോൾ നേച്ചറിനെ ലവ് ചെയ്യണ ഒരു വ്യക്തിയാണ്. She loved the forest and knew that she could do something to save it. അവൾക്ക് കാടിനോട് നല്ലോണം അടുപ്പമുണ്ട്. പിന്നെന്താണ് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നവർക്ക് അതിയായ താല്പര്യമുണ്ട്. In college, she became a part of the Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. കോളേജിൽ അവർ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ കുട്ടികളുടെ കൂടെ നേച്ചറിൽ പ്രകൃതിയിൽ ഇങ്ങനെ നടക്കും വീക്കെൻഡിൽ. അതിന് വേണ്ടിയിട്ട് കുറേ അധികം പോരാടിയിട്ടുണ്ട്. And find the following questions answers so that you have to find out. Okay. I could see, imagine you are going on a nature walk with your teacher. പ്രകൃതിയോട് നിങ്ങൾ പ്രകൃതിയുടെ അടുത്ത് കൂടെ നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാ കാണുന്നത്? I could see big trees. I could hear the chirping of birds. I could sense the fragrance of flowers. അല്ലേ, വലിയ മരങ്ങളെ കാണാം, കിളികളുടെ കിളിനാദം കേൾക്കാം, പിന്നെന്താണ് പൂക്കളുടെ മണവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. How far is the river? Between the boy and the river stood a mountain. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് പുഴയുടെ ഇടയിലൊരു ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ, കുട്ടിക്കും പുഴയിലും എന്താ ഉള്ളത്, ഒരു മൗണ്ടൻ ഉണ്ട് അല്ലേ. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. കുട്ടി ചെറുപ്പമാണ്, പുഴയാണെങ്കിലോ ചെറുത്, മൗണ്ടൻ വലുതാണ്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹിറ്റ് ദ റിവർ ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദേർ. ഈ കട്ടിയുള്ള ഫോറസ്റ്റ് മീൻസ് തിക്കായിട്ട് മരം നിറഞ്ഞു കിടക്കുകയാണ് അവിടെ. ആ ഹിറ്റ് ദ റിവർ, അത് നമ്മൾ ആ പുഴയുള്ളത് തന്നെ മറച്ചു വെക്കുകയാണ്. പക്ഷെ ആ കുട്ടിക്ക് അറിയാം അവിടെ പുഴയുണ്ട് എന്നുള്ളത്. Had never seen the river with his open eyes, but from the villagers he had heard of it. അപ്പോൾ ആ കുട്ടി ആ പുഴ കണ്ടിട്ടില്ല, പക്ഷെ ഗ്രാമവാസികളിൽ നിന്നും അത് കേട്ടിട്ടുണ്ട്. Of the fish in its water, of its rocks, അതിലെ കല്ലുകളും മീനുകളെ കുറിച്ചും. He wished to touch the water and know it personally. വെള്ളത്തിനൊന്ന് തൊട്ടിട്ട് അതിനെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. He stood in front of his house on the hill opposite to the mountain. അപ്പോൾ എന്താണ് ആ മൗണ്ടൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവൻ്റെ വീട് ഇരിക്കുന്നത്. ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാല്യൂ ഡ്രീമിങ് ഓഫ് ദ റിവർ. അത് കൂടെ നടന്നിട്ട് എപ്പോഴും എന്തിനാണ് റിവറിനെ നദീനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. He was about 12 years old, a sturdy boy with an untidy black hair, shining black eyes. He had fine features and of a clear brown skin, but his hands and feet were rough and scratched. 12 വയസ്സായ ഒരു കുട്ടിയാണ്, അൺടൈഡി ബ്ലാക്ക് ഹെയർ അല്ലേ, മുടി അങ്ങനെ പാറി കിടക്കുകയാണ്. പിന്നെ അവൻ്റെ സ്ട്രക്ചറാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. റഫ് ഫീറ്റും ഹാൻഡൊക്കെ റഫായിരിക്കുക, സ്മൂത്ത് റഫായിട്ടായിരിക്കുന്നത്, സ്ക്രാച്ചും ഉണ്ട്. ഹി വാസ് ബാക്ക് ഫൂട്ടഡ്, കാലിൽ ചെരുപ്പില്ല. നോട്ട് ബിക്കോസ് ഹി കുഡ് നോട്ട് അഫോർഡ് ദ ഷൂസ് ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ചെരുപ്പ് വാങ്ങാൻ പറ്റാതെയല്ല, പക്ഷേ ആ കല്ലിൻ്റെയും പുല്ലിൻ്റെയും ഒക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. It was 11 o'clock and he knew his parents would not return home till evening. 11 മണിയായി. അവനറിയാം അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരില്ല, വൈകിട്ടേ വരുള്ളൂ. There was a loaf of bread he could take with him and on the way he might find some fruits. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രെഡാണ് ഉള്ളത്, വഴിയിൽ അവന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ലഭിക്കുമെന്ന് ചിന്തിച്ചു. Here was the opportunity he had waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. അപ്പോൾ അവർ റിലേറ്റീവ്സിനെ ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, അവനെവിടെ തനിച്ചാക്കി. If he came home before dark, before they returned,
they wouldn't know where he had been. അതായത് ഇരുട്ടണ മുമ്പ് അവന് തിരിച്ചെത്താൻ പറ്റുവാണെങ്കിൽ അവർക്കറിയില്ലല്ലോ ഇവൻ എവിടെയാ പോയത് എന്നത്. He went into the house and wrapped the loaf into the newspaper. Then he closed all the doors and windows. അവൻ വീട്ടിലേക്ക് പോയിട്ട് ആ ബ്രെഡ് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ജനലും വാതിലുകളൊക്കെ അടച്ചു. Path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, mule divers, but there were no villages beyond the mountain or near the river. അപ്പോൾ ആ വഴി കൂടെ എല്ലാവരും പോണത് തന്നെയാണ്. ഗ്രാമവാസികളും മരം വെട്ടുന്ന ആളും പാൽക്കാരനും ഒക്കെ പോണ വ്യക്തികൾ തന്നെയാണ്. പിന്നെന്താണ്, പക്ഷെ ആ മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് ആരുമില്ല. The boy passed a woodcutter and asked him how far it is to the river. Woodcutter was a short but powerful man, with a creased and weathered face and muscles that stood out in hard, ugly lumps. അതായത് ഒരു വുഡ്കട്ടറോട് ചോദിച്ചു ഇനി എത്ര ദൂരമുണ്ട് പുഴയിലേക്ക്. ആള് ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ നല്ല പവർഫുള്ളാണ് അല്ലേ, നല്ല ബലമുണ്ട്, മസിൽസും ഉണ്ട്. 7 miles, he said, which was fairly accurate. Why do you want to know? അപ്പോൾ 7 മൈലുണ്ട്. നീ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്? I am going to the river, said the boy. Alone, of course. ഞാൻ ആ പുഴയിലേക്ക് പോവുകയാണ്. ഒറ്റയ്ക്കാണ്? അതെ. But it is too far. It will take you 3 hours to reach there, and then you have to come back. It will be getting dark. അയാൾ പറഞ്ഞു അത് നല്ലോണം ദൂരമുണ്ട്, 3 മണിക്കൂർ എടുക്കും നടന്നു പോവുകയാണെങ്കിൽ. പിന്നെന്താണ്, തിരിച്ചു വരുമ്പോഴേക്കും നല്ലോണം ഇരുട്ടും. പിന്നെന്താണ് അത്, besides it is not an easy road. അത് എളുപ്പമുള്ള ഒരു വഴിയല്ല. But I am a good walker, said the boy, though he had never walked further than the mile from his house to the school. ഞാനൊരു നല്ല നടക്കണ വ്യക്തിയാണ്, എനിക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പക്ഷെ അവൻ ഇതുവരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. The path was steep and the boy had to return most of the time. It was a dizzy, winding path and he slipped once or twice. Hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. അതായത് the path was steep, കുത്തനെയുള്ള വഴികളായിരുന്നു. And the boy had to run most of the, പലപ്പോഴും ഓടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെന്താണ്, ഡിസി വിൻഡിങ് പാത്ത്, 2-3 തവണ അവൻ വീണു. മലയാണെങ്കിലോ കുറച്ച് നിറയെ ഈ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. She held a long curved knife with which she had been cutting grass. The bangle she wore made music when she moved her hands, and it was as though the hands spoke a language of their own. അതായത് അപ്പോഴാണ് എതിർദിശയിൽ നിന്നും ഒരു പെൺകുട്ടീനെ കണ്ടത്. അവൾ എന്താ ചെയ്യുന്നത്, ഒരു കത്തി വെച്ചിട്ട് പുല്ലരിയായിരുന്നു. അപ്പോൾ അവൾ ധരിച്ചിരിക്കുന്ന ബാംഗിൾസ് അത് കിളിങ്ങുമ്പോൾ ഒരു മ്യൂസിക് പോലെയാണത് സൗണ്ട് ചെയ്തത്. How far is to the river? asked the boy. അപ്പോൾ അവൻ ചോദിച്ചു പുഴയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്. The girl had obviously never been to the river, or she had been thinking of another one, because she said 20 miles without any hesitation. അവൾ ഇതിൻ്റെ മുമ്പ് പുഴ കണ്ടിട്ടില്ല, പുഴയിലേക്ക് പോയിട്ടില്ല. പക്ഷെ അവൾ ചിന്തിച്ചിട്ട് 20 miles എന്ന് പറഞ്ഞു. The boy laughed and ran down the path. അവൻ ചിരിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് പോയി. A parrot suddenly screeched, flew low over his head. അപ്പോഴാണ് ഒരു തത്തയുടെ സൗണ്ട് കേട്ടത്. A flash of red and green. The bird disappeared among the trees. അത് മരത്തിൻ്റെ ഇടയിലേക്ക് മാറിപ്പോയി. A trickle of water came from the hillside and the boy stopped to drink. അപ്പോഴാണ് ആ മലയുടെ മുകളിൽ നിന്നും വെള്ളം വരുന്നത് ശ്രദ്ധിച്ചിട്ട് അത് കുടിക്കാൻ വേണ്ടി അവൻ പോയി. The water was cold and sharp but very refreshing. വെള്ളം നല്ല ഉന്മേഷമായിരുന്നു, നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. However, it seemed to have the effect of making him more thirsty. പക്ഷെ അത് കുടിച്ചതോട് കൂടിയിട്ട് അവന് കുറച്ചുകൂടി ദാഹം വന്നു. The sun was striking his side of the hill and the dusty path became hotter. മല ചുട്ടുപഴുക്കാൻ തുടങ്ങി, പാതയാണെങ്കിലോ നല്ലോണം ചൂടും.
the stones scorching the boy's feet. He was sure he had gone halfway. He had walked over an hour. പകുതി ദൂരം അവൻ എത്തിയെന്ന് മനസ്സിലായി. ഒരു മണിക്കൂറോളം ആയിക്കാണും പോന്നിട്ട്. Presently he saw another boy ahead of him, driving a few goats down the path. അപ്പോഴാണ് ഒരു കുട്ടി ആട് മേய்ച്ച് നടക്കുന്നത് അവിടെ കണ്ടത്. How far is the river? He asked. പുഴയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? The village boy smiled in a friendly way and said, Oh, not far, just round the next hill and straight down. പാവം ചിരിച്ചിട്ട് പറഞ്ഞു, അത്ര ദൂരമൊന്നുമില്ല. റൗണ്ട് ദ നെക്സ്റ്റ് ഹില്ല് ഒരു മല താണ്ടിയിട്ട് അതിൻ്റെ ചോട്ടിലാണ്. The boy, feeling hungry, unwrapped his loaf of bread and broke into halves. അപ്പോഴേക്കും അവന് വിശന്നു തുടങ്ങി. കയ്യിലുള്ള ബ്രെഡ് പകുതിയാക്കി കഴിച്ചു. Offering one portion to the village. പകുതി ആ കുട്ടിക്ക് കൊടുത്തു. They sat on the hillside and ate in silence. അവർ മലയുടെ ചോട്ടിലിരുന്നിട്ട് കഴിച്ചു തുടങ്ങി. When they had finished, they walked on together and began talking and talking. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി നടന്നു, സംസാരിച്ചുകൊണ്ടേ നടന്നു. Boy did not notice the smarting of his feet and the heat of the sun, the distance he has covered and the distance he had yet to cover. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ചൂടിനെ കുറിച്ചോ അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു, ഇനി എത്രയുണ്ട് സഞ്ചരിക്കാൻ എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. But after some time, his companion had to diverge along another path. കുറച്ചു ദൂരം ചെന്ന ശേഷം അവൻ്റെ കൂടെയുള്ള പയ്യന് വേറെ വഴിയിലൂടെ പോകേണ്ടി വന്നു. And the boy was once more of his own. ഒന്നുകൂടെ അവൻ ഒറ്റയ്ക്കായി. He missed the village boy. He could not be seen. His own home also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. അപ്പോഴാണ് അവന് ആ കുട്ടീനെ വല്ലാണ്ട് മിസ് ചെയ്ത പോലെ തോന്നി. അവിടെ നിന്ന് നോക്കുമ്പോൾ അവൻ്റെ വീടൊന്നും കാണാനില്ല. പുഴയാണെങ്കിലും പുഴയുടെ ഒരു സൈറ്റ് പോലും കാണുന്നില്ല. അവനാകെ കൂടെ വിഷമമായി. കാരണം കയ്യിലുള്ള ബ്രെഡും തീർന്നു. He was determined to see the river. He walked on along the hot, dusty stone path, past mud huts and terrace fields, until there were no more fields or huts. Only forest and sun and loneliness. അപ്പോൾ ഇവൻ എന്തായാലും ചിന്തിച്ചു, പുഴ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അവൻ നടന്നുകൊണ്ടേ നീങ്ങി. ചൂടുണ്ട്, പൊടിയുണ്ട്, പിന്നെന്താണ്, കല്ല് നിറഞ്ഞ പാതകളാണ്, ടെറസ് ഫീൽഡ്സ് ആണ്. Until there were no more fields or huts, only forest, sun and loneliness. Only trees and rocks and bramble and flowers, only silence. The silence was impressive and a little frightening. It was different from the silence of a room or street. സൈലൻസ് പറയുമ്പോൾ കാട്ടിക്കൂടെ സൈലൻസ് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നതാണ്. മറ്റേ റൂമിലിരിക്കുന്ന പോലെ ഒരു സൈലൻസ് അല്ല. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ, സൈലൻസ് ഓഫ് ഗോഡ്. ആൻഡ് ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, സഡൻ റോറിംഗ് സൗണ്ട്, ദ സറൗണ്ട് ഓഫ് ദ റിവർ. അപ്പോൾ അവൻ ആ മലയിൽ നിന്ന് കുത്തനെ താഴെ ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് നിശബ്ദത മാറിയത്. ഒരു സൗണ്ട് കേട്ടു തുടങ്ങിയത്. എന്തിൻ്റെ സൗണ്ടാ? പുഴ ഒഴുകുന്നതിൻ്റെ സൗണ്ടാണ്. Far down the valley, the river tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep into the painfully cold mountain water. And the water was blue and white and wonderful. Slightly adapted. Ruskin Bond is the writer of this theme. He is an Indian writer who writes in English, has written novels and poems, and is known mostly for his contribution to the children's literature. He has more than 500 short stories to his credit. The echoing green. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound, while our spot shall be seen on the echoing green. So it is said that സൂര്യൻ ഉദിച്ചു അല്ലേ, ആകാശത്തൊക്കെ വെളിച്ചമായി. പിന്നെന്താണ്? ടു വെൽക്കം ദ സ്പ്രിംഗ് ആൻഡ് സ്കൈലാർക്ക്, ദ ത്രഷ്, ദ ബേർഡ്സ് ബേർഡ്സിൻ്റെ പാട്ട് കേൾക്കാം. പിന്നെ ചീർഫുൾ ആയിട്ടുള്ള സൗണ്ട്സും പ്രകൃതിക്ക് ചുറ്റുമുള്ള ആ ഗ്രീനറിയും നമുക്ക് കാണാൻ പറ്റും. വില്യം ബ്ലേക്ക് is an English poet and writer, painter. His works include Songs of Innocence, Songs of Experience. The poem Echoing Green appears in the Songs of Innocence. Old John with White Hair,
does laugh away care, sitting under the oak among the old flock. They laugh at her play, and soon they all say, success were the joys when we all girls and boys, in our youth time, were seen on the echoing green. Till the little ones weary, no more can be merry. The sun does descend, and our sports have an end. Round the laps of their mother, maiden sisters and brothers, like birds in their nest, are ready for rest, and sports no more seen on the darkening green. So that's all about this section. Next topic we can see in the part 2. So if you are interested, please do like, share and subscribe my channel. Okay, thank you.